സൗത്ത് കൊറിയയിലെ ഒരു അധ്യാപിക 8 വയസ്സുള്ള വിദ്യാർത്ഥിനിയെ കുത്തിക്കൊലപ്പെടുത്തിയ ഒരു സംഭവമുണ്ടായി. 2025 ഫെബ്രുവരി 10 കിം ഹാനൂൽ എന്ന കുട്ടിയെ കാണാതായി. എന്നും സ്കൂൾ വിട്ടുകഴിഞ്ഞ് ഒരു സ്റ്റഡി സെന്ററിൽ പോകാറുണ്ടായിരുന്നു. അന്ന് കുട്ടി അവിടെ എത്തിയില്ല. തുടർന്ന് അവർ കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചു. സ്കൂളിൽ നടത്തിയ അന്വേഷണത്തിൽ ഒരു ക്ലാസ് മുറിയിൽ കുത്തേറ്റ നിലയിൽ കുട്ടിയെയും മിയോങ് ജവാൻ എന്ന അധ്യാപികയെയും കണ്ടെത്തി. തുടർന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരണപ്പെട്ടു. അധ്യാപിക പിന്നീട് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിൽ അധ്യാപിക മാത്രമല്ല, സ്കൂൾ അധികൃതരും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ അധ്യാപികയ്ക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അതിനാൽ 6 മാസത്തെ ലീവ് ആവശ്യപ്പെട്ടെങ്കിലും ഡോക്ടർ അധ്യാപന ജോലിക്ക് ഫിറ്റ് ആണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. പക്ഷേ ജവാൻ മറ്റു 2 അധ്യാപകരെ ആക്രമിച്ചൊരു സംഭവമുണ്ടായി. തുടർന്നും സ്കൂൾ അധികൃതർ അവധി നൽകിയില്ല. ജവാനെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിൽ നിന്നും വിലക്കി. വൈസ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുത്തി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ഡിപ്രഷനുള്ള ഒരാൾ കുറ്റവാളിയെ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മുറിയിലിരിക്കുന്നത്. അത് ജവാനെ പ്രവോക്ക് ചെയ്തു. അന്ന് സ്കൂളിൽ നിന്ന് അവസാനം പോകാൻ ഇറങ്ങിയത് ഹാനൂലായിരുന്നു. ജവാൻ ഒരു ബുക്ക് തരാമെന്ന് പറഞ്ഞ് ആ കുട്ടിയെ ആളില്ലാത്ത ഒരു മുറിയിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തി. അതിനുശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചു. ജവാൻ അധ്യാപകരെ ആക്രമിച്ചപ്പോൾ തന്നെ അതൊരു അപകട സൂചനയായി കണ്ട് ലീവ് കൊടുക്കുകയായിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു.